പവർ ജനറേറ്ററിലെ കറങ്ങുന്ന ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം റോട്ടർ. പവർ ജനറേറ്ററിലെ കറങ്ങുന്ന ഭാഗം റോട്ടർ എന്നറിയപ്പെടുന്നു. പവർ ജനറേറ്ററിലെ നിശ്ചലമായ ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സ്റ്റേറ്റർ. പവർ ജനറേറ്ററിലെ നിശ്ചലമായ ഭാഗം സ്റ്റേറ്റർ എന്നറിയപ്പെടുന്നു. വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങളേത്? ഉത്തരം ഇൻഫ്രാറെഡ് കിരണങ്ങൾ. വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങൾ ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണവും ഉള്ള അടിസ്ഥാന യൂണിറ്റ് ഏത്? ഉത്തരം തന്മാത്ര. തന്മാത്രയാണ് ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണവും ഉള്ള അടിസ്ഥാന യൂണിറ്റ്. പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏത്? ഉത്തരം മോൾ. മോൾ ആണ് പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ അടിസ്ഥാന യൂണിറ്റ്. ഫെറസ് ലവണങ്ങൾ ഗ്ലാസിന് നൽകുന്ന നിറമേത്? ഉത്തരം പച്ച. ഫെറസ് ലവണങ്ങൾ ഗ്ലാസിന് പച്ച നിറമാണ് നൽകുന്നത്. ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏത്? ഉത്തരം പോളിത്തീൻ. ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് പോളിത്തീനാണ്. കൃത്രിമ പല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏത്? ഉത്തരം അക്രലൈറ്റ് പ്ലാസ്റ്റിക്. അക്രലൈറ്റ് പ്ലാസ്റ്റിക്കാണ് കൃത്രിമ പല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്. ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനൊപ്പം ജലവും വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സ്വേദനം. ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനൊപ്പം ജലവും വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ സ്വേദനം എന്നറിയപ്പെടുന്നു. സസ്യങ്ങളിലെ പദാർത്ഥവിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായി ഉപയോഗിക്കുന്ന ഫോസ്ഫറസിൻ്റെ ഐസോട്ടോപ്പ് ഏത്? ഉത്തരം ഫോസ്ഫറസ് 31. ഫോസ്ഫറസ് 31 സസ്യങ്ങളിലെ പദാർത്ഥവിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായി ഉപയോഗിക്കുന്ന ഫോസ്ഫറസിൻ്റെ ഐസോട്ടോപ്പ്. ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? ഉത്തരം മെർക്കുറിക് ഓക്സൈഡ്. മെർക്കുറിക് ഓക്സൈഡ് ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്. വിൻമില്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ത്? ഉത്തരം ഗതികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. വിൻമില്ലിൽ ഗതികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. യൂണിറ്റ് ഛേദതല പരപ്പളവും യൂണിറ്റ് നീളവും ഉള്ള ഒരു ചാലകത്തിൻ്റെ പ്രതിരോധം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം റെസിസ്റ്റിവിറ്റി. യൂണിറ്റ് ഛേദതല പരപ്പളവും യൂണിറ്റ് നീളവുമുള്ള ഒരു ചാലകത്തിൻ്റെ പ്രതിരോധം റെസിസ്റ്റിവിറ്റി എന്നറിയപ്പെടുന്നു. വൈദ്യുതോപകരണങ്ങളിലെ നക്ഷത്ര ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ഊർജ്ജക്ഷമത. വൈദ്യുതോപകരണങ്ങളിലെ നക്ഷത്ര ചിഹ്നം ഊർജ്ജക്ഷമതയെ സൂചിപ്പിക്കുന്നു.